സുഹൃത്തുക്കളെ, നമ്മളിന്ന് LGS എക്സാമിന് ഏറെ സാധ്യതയുള്ള ഒരു 80 ചോദ്യങ്ങളാണ് ഈ വീഡിയോ വഴി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തൊഴിൽ വാർത്ത, തൊഴിൽ വേദി, റാങ്ക് ഫയൽ തുടങ്ങിയ സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചപ്പോൾ ആവർത്തിച്ച് വന്നിട്ടുള്ളതും ഒക്കെ ആയി കണ്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ കോഡുകളും കണക്ഷൻസും ഉപയോഗിച്ചിട്ട് ചെയ്ത ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്ലേലിസ്റ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മൾ ഡെയിലി ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: വൃക്ക മാറ്റിവയ്ക്കൽ നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി എന്ന നേട്ടം കൈവരിച്ചത് ഏത് ജനറൽ ആശുപത്രിയാണ്? വൃക്ക മാറ്റിവയ്ക്കൽ നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി എന്ന നേട്ടം കൈവരിച്ചത് ഏത് ജനറൽ ആശുപത്രിയാണ്? ഉത്തരം എറണാകുളം. എറണാകുളമാണ് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി എന്ന നേട്ടം കൈവരിച്ചത്. രണ്ടാമത്തെ ചോദ്യം: ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ്? ചിക്കൻ ഗുനിയ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ്? ഉത്തരം ടാൻസാനിയയാണ്, ടാൻസാനിയ. മൂന്നാമത്തെ ചോദ്യം: ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ഉത്തരം ശ്വാസകോശം. ശ്വാസകോശത്തിനെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത്. നാലാമത്തെ ചോദ്യം: കേരളത്തിലെ ഏത് ആരോഗ്യ പദ്ധതിയുടെ മാതൃകയിലാണ് തമിഴ്നാട് പുന്നകൈ പദ്ധതി നടപ്പിൽ വരുത്തിയത്? കേരളത്തിലെ ഏത് ആരോഗ്യ പദ്ധതിയുടെ മാതൃകയിലാണ് തമിഴ്നാട് പുന്നകൈ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത്? ഉത്തരം മന്ദഹാസമാണ്. മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിൻ്റെ മാതൃകയിലാണ് തമിഴ്നാട്ടിൽ പുന്നകൈ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത്. അഞ്ചാമത്തെ ചോദ്യം: പക്ഷാഘാത രോഗികളുടെ ആയുർവേദ ചികിത്സ, അതുപോലെ പുനരധിവാസം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ സാന്ത്വന പരിചരണ പദ്ധതി ഏതാണ്? പക്ഷാഘാത രോഗികളുടെ ആയുർവേദ ചികിത്സ, പുനരധിവാസം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ സാന്ത്വന പരിചരണ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ പുനർനവ എന്നാണ്, പുനർനവ. ആറാമത്തെ ചോദ്യം: മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം കരളാണ്, കരൾ. കരളിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം: കേരള സർക്കാരിൻ്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച ജീവനി ലക്ഷ്യം വയ്ക്കുന്നത് ഏത് രോഗത്തിൻ്റെ പ്രതിരോധവും നിയന്ത്രണവുമാണ്? ഇപ്പോൾ ജീവനി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. കേരള സർക്കാരിൻ്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജീവനി. ഇത് ലക്ഷ്യം വയ്ക്കുന്നത് ഏത് രോഗത്തിൻ്റെ പ്രതിരോധവും നിയന്ത്രണവുമാണെന്ന് ചോദിച്ചാൽ പ്രമേഹത്തിൻ്റെതാണ്. പ്രമേഹത്തിൻ്റെ പ്രതിരോധവും നിയന്ത്രണവും ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതിയാണ് ജീവനി എന്ന് പറയുന്ന പദ്ധതി. എട്ടാമത്തെ ചോദ്യം: ഏത് രാജ്യാന്തര ദിനത്തിൻ്റെ 2022 മുതൽ 2024 വരെയുള്ള പ്രമേയമാണ് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നത്? ഏത് രാജ്യാന്തര ദിനത്തിൻ്റെ 2022 മുതൽ 2024 വരെയുള്ള പ്രമേയമാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നത് എന്ന് ചോദിച്ചാൽ ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയമാണ്. ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയമാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നത്. ക്യാൻസർ ദിനം. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പം എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസാണ്. അപ്പം ഒരെണ്ണം പോലെ നമുക്ക് വിട്ട് കളയാനല്ല. ഒമ്പതാമത്തെ ചോദ്യം: നെഫ്രൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? വൃക്കയാണ്. വൃക്കയാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത്, വൃക്ക. പത്താമത്തെ ചോദ്യം: കേരള സർക്കാരിൻ്റെ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിച്ച വർഷം എന്നാണ്? കേരള സർക്കാരിൻ്റെ കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിച്ച വർഷം 2018 2018. അടുത്ത 11ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം വൈറ്റമിൻ എ എന്ന് പറയുന്ന ജീവകത്തിൻ്റെ അഭാവമാണ്. വൈറ്റമിൻ എൻ്റെ അഭാവം കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്. 12ാമത്തെ ചോദ്യം: ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സീറോസിസ്? ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സീറോസിസ്? കരളിനെയാണ്. കരളിനെ ബാധിക്കുന്ന രോഗമാണ് സീറോസിസ്. നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ കരൾ സീറോ ആയി പോവും. സീറോ അവിടെ ഉണ്ടാവില്ല, വട്ടപൂജയായി പോവും, കരളുണ്ടാവില്ല എന്ന് ആലോചിച്ചാൽ മതി. 13ാമത്തെ ചോദ്യം: ആറ്റോമിക് സംഖ്യ വ്യത്യസ്തമായിരിക്കുകയും മാസ് നമ്പർ സ്ഥിരമായിരിക്കുകയും ചെയ്താൽ അതിനെ എന്താണ് വിളിക്കുന്നത്?
ആറ്റോമിക സംഖ്യ വ്യത്യസ്തമായിരിക്കുകയും മാസ് നമ്പർ സ്ഥിരം ആയിരിക്കുകയും ചെയ്താൽ അതിനെ വിളിക്കുന്നത് എന്താണ്? ഐസോബാർ എന്നാണ്. ഐസോബാർ. 14ാമത്തെ ചോദ്യം, പിച്ച് ബ്ലെൻഡ് എന്തിൻ്റെ അയിരാണ്? ഒരുപാട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിച്ച് ബ്ലെൻഡ് എന്തിൻ്റെ അയിരാണ് എന്ന് ചോദിച്ചാൽ യുറേനിയത്തിൻ്റെ അയിരാണ്. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. 15ാമത്തെ ചോദ്യം, വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന പ്രകാശരശ്മിക്കുണ്ടാകുന്ന ദിശാമാറ്റത്തെ എന്താണ് വിളിക്കുന്നത്? വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന പ്രകാശരശ്മിക്കുണ്ടാകുന്ന ദിശാമാറ്റത്തെ എന്താണ് വിളിക്കുന്നത്? അപവർത്തനം എന്നാണ്. അപവർത്തനം. നമ്മളിപ്പോൾ സ്കെയില് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ ഒടിഞ്ഞതായിട്ട് തോന്നുന്നു. അപ്പോൾ സഞ്ചരിക്കുന്ന മാധ്യമം മാറുകയാണ്. പ്രകാശം വായുവിലൂടെ വന്നു, അതുപോലെ വെള്ളത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ രണ്ട് മീഡിയമാണ്. അപ്പം അവിടെ സംഭവിക്കുന്ന ആ ഒരു വ്യതിയാനമാണ് അപവർത്തനം. 16ാമത്തെ ചോദ്യം, വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഗാൽവനോസ്കോപ്പ്. ഗാൽവനോസ്കോപ്പ് വെച്ചിട്ടാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും അറിയുന്നത്. 17ാമത്തെ ചോദ്യം, വൈദ്യുത ചാലകതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? വൈദ്യുത ചാലകതയുടെ അടിസ്ഥാന യൂണിറ്റാണ് സീമെൻസ്. സീമെൻസ് എന്നാണ് വൈദ്യുത ചാലകതയുടെ അടിസ്ഥാന യൂണിറ്റ്. 18ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ലിത്തോട്രിപ്സി? ലിത്തോട്രിപ്സി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? ഉത്തരം വൃക്കയാണ്. വൃക്ക. 19ാമത്തെ ചോദ്യം, ഡെർമറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഡെർമറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം ത്വക്കാണ്. ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. 20ാമത്തെ ചോദ്യം, പേശികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? പേശികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് മയോളജി. മയോളജി എന്നാണ് പേശികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. 21ാമത്തെ ചോദ്യം, രക്തത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഹെമറ്റോളജി. ഹെമറ്റോളജി. ഇനി 22ാമത്തെ ചോദ്യം, പീയൂഷ ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? അപ്പോൾ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, ആ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ആണ് പീയൂഷ ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. 23ാമത്തെ ചോദ്യം, ചെർണോബിൽ ആണവ ദുരന്തം. ചെർണോബിൽ ആണവ ദുരന്തം നടന്നത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് ചെർണോബിൽ ആണവ ദുരന്തം നടന്നത്? ഉത്തരം 1986 ആണ്. 1986. 1986 ചെർണോബിൽ ആണവ ദുരന്തം നടന്നത്. ഇനി ഏറ്റവും എളുപ്പമുള്ള ചോദ്യം, 24ാമത്തെ ചോദ്യം, മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? 4 അറകളാണ് മനുഷ്യ ഹൃദയത്തിനുള്ളത്. 25ാമത്തെ ചോദ്യം, യൂബർ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂബർ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ട കപ്പാണ് യൂബർ കപ്പ്. 26ാമത്തെ ചോദ്യം, ദേവ്ധർ ട്രോഫി. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ദേവ്ധർ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ട്രോഫിയുടെ പേരാണ് ദേവ്ധർ ട്രോഫി. ദേവ്ധർ ട്രോഫി. 27ാമത്തെ ചോദ്യം, സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോക്കിയാണ്. ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പിൻ്റെ പേരാണ് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. 28ാമത്തെ ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഹാട്രിക് വിക്കറ്റ് നേടിയ ആദ്യത്തെ ബൗളർ ആരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് ഹാട്രിക് വിക്കറ്റ് നേടിയ ആദ്യത്തെ ബൗളറാണ് ഹർഭജൻ സിംഗ്. ഹർഭജൻ സിംഗ് ആണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഇന്ത്യക്കായിട്ട് ഹാട്രിക് വിക്കറ്റ് നേടിയ ആദ്യത്തെ ബൗളറാണ്. 29ാമത്തെ ചോദ്യം, കലാമണ്ഡലം ഗീതാനന്ദൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒട്ടുമിക്ക പരീക്ഷയ്ക്കും വരാറുണ്ട്. ഈ ഒരു കലാമേഖല ഇന്ന ആൾ ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് പോവുക. കലാമണ്ഡലം ഗീതാനന്ദൻ ഓട്ടംതുള്ളൽ കലാകാരനാണ്. ഓട്ടംതുള്ളലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് കലാമണ്ഡലം ഗീതാനന്ദൻ. 30ാമത്തെ ചോദ്യം, കാഞ്ചന സീത, ഗംഗാലക്ഷ്മി, സാകേതം എന്നീ കൃതികൾ ആരുടേത്? നമ്മൾ കോമഡ വിട്ടുപോയതാണ്. കാഞ്ചന സീത, ഗംഗാലക്ഷ്മി, സാകേതം ഈ 3 കൃതികൾ ആരുടേതാണ്? CN ശ്രീകണ്ഠൻ നായരാണ്. CN ശ്രീകണ്ഠൻ നായരുടെ കൃതികളാണ് കാഞ്ചന സീത, ഗംഗാലക്ഷ്മി, സാകേതം. 31ാമത്തെ ചോദ്യം, സ്ത്രീകൾ, മുനിമാർ, ബ്രാഹ്മണർ തുടങ്ങിയ കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഏതാണ്? കഥകളിയിൽ സ്ത്രീകൾ, മുനിമാർ, ബ്രാഹ്മണർ ഇവരെ പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണെന്ന് ചോദിച്ചാൽ മിനുക്കാണ്. മിനുക്ക് എന്ന് പറയുന്ന വേഷം കെട്ടുന്നത് സ്ത്രീകൾ, മുനിമാർ, ബ്രാഹ്മണർ ഈ കഥാപാത്രങ്ങളാണ്.
32ാമത്തെ ചോദ്യം, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? സുമിത് സർക്കാരാണ്. സുമിത് സർക്കാർ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സുമിത് സർക്കാർ. അടുത്തത് 33ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നു ടി രാമറാവു. ടി രാമറാവു ആയിരുന്നു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ. 34ാമത്തെ ചോദ്യം, 1915 പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരായിരുന്നു? അയ്യങ്കാളിയാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 1915 പെരിനാട് ലഹള നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ്. 2 ക്വസ്റ്റ്യനും പഠിക്കാൻ. അപ്പോൾ പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ്. നടന്ന വർഷം 1915. 35ാമത്തെ ചോദ്യം, 1921 നടന്ന പ്രഥമ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചതാരാണ്? 1921 നടന്ന പ്രഥമ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ്. ടി പ്രകാശം. 36ാമത്തെ ചോദ്യം, സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികൾ. 37ാമത്തെ ചോദ്യം, കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. ഒരുപാട് വന്ന ചോദ്യമാണ് റാണി പത്മിനി. 38ാമത്തെ ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് ഏഞ്ചൽ മേരി ജോസഫ്. ഏഞ്ചൽ മേരി ജോസഫാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് നദിയാണ് തലയാർ എന്നുകൂടി അറിയപ്പെടുന്നത്? കേരളത്തിലെ ഏത് നദിയാണ് തലയാർ എന്നുകൂടി അറിയപ്പെടുന്നത്? പാമ്പാറാണ്. പാമ്പാർ. 40ാമത്തെ ചോദ്യം, ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ്? ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരനാണ് പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായർ. 41ാമത്തെ ചോദ്യം, കേരളത്തിൽ നിലവിലെ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാരാണ്? കേരളത്തിലെ നിലവിലെ മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എം.ബി. രാജേഷാണ്. എം.ബി. രാജേഷ്. 42ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യമാണ് അമേരിക്ക. 43ാമത്തെ ചോദ്യം, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കാൻ സംസ്ഥാന ഫിഷറി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാതീരം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കാൻ സംസ്ഥാന ഫിഷറി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാതീരം. 44ാമത്തെ ചോദ്യം, ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് നടത്തിയ മിത്രശക്തി എന്ന് പറയുന്ന സൈനിക അഭ്യാസം അത് 2023 നടത്തിയപ്പോൾ വേദി എവിടെയായിരുന്നു? 2023 നടത്തിയ മിത്രശക്തി സൈനിക അഭ്യാസത്തിൻ്റെ വേദി ഏതായിരുന്നു? അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടന്ന സൈനിക അഭ്യാസമാണ് മിത്രശക്തി 2023. അത് വേദി ആയത് എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത്. പൂനെയാണ്. പൂനെ. 45ാമത്തെ ചോദ്യം, ലഹരി മരുന്നുകൾ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തുന്നത് തടയാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ദൗത്യം ഏതാണ്? ലഹരി മരുന്നുകൾ അനധികൃതമായത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ കടത്തുന്നുണ്ട്. അത് തടയാൻ വേണ്ടി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. 46ാമത്തെ ചോദ്യം, ഹരിവംശ് നാരായൺ സിംഗ് നിലവിൽ ഇന്ത്യയിൽ വഹിക്കുന്ന പദവി ഏതാണ്? ഇന്ത്യയിൽ നിലവിൽ ഇദ്ദേഹം, അതായത് ഹരിവംശ് നാരായൺ സിംഗ് വഹിക്കുന്ന പദവി ഏതാണെന്ന് ചോദിച്ചാൽ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണാണ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണാണ് ഹരിവംശ് നാരായൺ സിംഗ്. നിലവിൽ ഇന്ത്യയിൽ വഹിക്കുന്ന പദവി രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സണാണ്. 47ാമത്തെ ചോദ്യം, സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ഏത് സംസ്ഥാനത്തെ പദ്ധതിയാണ് ശക്തി? അപ്പോൾ ശക്തി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ട്. അതേത് സംസ്ഥാനത്താണ് ആ പദ്ധതി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്? കർണാടകയിലാണ് ശക്തി എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അടുത്തത്, കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അത് വന്ന ക്വസ്റ്റ്യനാണ്. 49ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന ലഭിച്ച ഒരേ ഒരു ഫുട്ബോൾ താരം ആരാണ്? അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമാണ് ഖേൽ രത്ന. അതൊരു പോയിന്റ് പഠിച്ചേക്കുക. അത് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ഫുട്ബോൾ താരം ആരാണ്? സുനിൽ ഛേത്രിയാണ്. 50ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ സൗരപര്യവേഷണ ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്നാണ്? ഇന്ത്യയുടെ ആദ്യ സൗര പരിവേഷണ ദൗത്യമാണ് ആദിത്യ L1. അതൊരു പോയിന്റ് പഠിക്കുക. അത് വിക്ഷേപിച്ചതെന്നാണ്? സെപ്റ്റംബർ 2, 2023. 2023 സെപ്റ്റംബർ 2-നാണ് ഇന്ത്യയുടെ ആദ്യ സൗര പരിവേഷണ ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത്. 51ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഇപ്പോൾ സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ ഏറ്റവും പരമോന്നതം, ഏറ്റവും ടോപ്പായിട്ടുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്ത ചോദ്യം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. SK വസന്തൻ. 53ാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്ര രൂപയാണ്? ജസ്റ്റ് ടൈപ്പ് മിസ്റ്റേക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്ര രൂപയാണ്? 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. 54ാമത്തെ ചോദ്യം, കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഡിജി കേരളമാണ്. ഡിജി കേരളം. 55ാമത്തെ ചോദ്യം, കേരള ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏത് ജീവിയാണ്? കേരള ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏത് ജീവിയാണ്? പുൽച്ചാടിയാണ്. പുൽച്ചാടി വന്നാൽ വീട്ടിലേക്ക് പൈസ വരുന്നൊക്കെയാണ് വിശ്വാസം. അപ്പം ആ രീതിയിൽ കണ്ടാൽ മതി. 56ാമത്തെ ചോദ്യം, 2024 2020 T20 ലോകകപ്പിന് വേദിയായ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? വെസ്റ്റ് ഇൻഡീസും അമേരിക്കയാണ്. വെസ്റ്റ് ഇൻഡീസ്, അമേരിക്കയാണ് 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യങ്ങൾ. 57ാമത്തെ ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയതിൻ്റെ സ്മരണയ്ക്കായി എന്നാണ് ഇന്ത്യയിൽ ദേശീയ ജാവലിൻ ത്രോ ദിനമായി ആചരിക്കുന്നത്? അപ്പം ദേശീയ ജാവലിൻ ത്രോ എന്ന് പറയുന്നൊരു ദിവസമുണ്ട്. ദേശീയ ജാവലിൻ ത്രോ ദിനം ആയിട്ട് ആചരിക്കുന്ന ദിവസം ഓഗസ്റ്റ് 7-നാണ്. ഓഗസ്റ്റ് 7. അത് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ജാവലിൻ ത്രോ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 7-ന്. അതുകൂടി ഓർത്ത് വയ്ക്കുക. 58ാമത്തെ ചോദ്യം, 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ച സമുദ്രശില എന്ന കൃതി രചിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രനാണ്. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ച സമുദ്രശില എന്ന കൃതി രചിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് സമുദ്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്, ആകാശത്ത് ചന്ദ്രനൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ ആലോചിച്ചാൽ മതി. 59ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, അതിനുശേഷം ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം കൂടുകയാണ്. അതെവിടെയാണ്? ജയ്പൂരാണ്. ജയ്പൂർ വെച്ചിട്ടാണ് ചേർന്നത്. 60ാമത്തെ ചോദ്യം, സ്വാഭിമാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? സ്വാഭിമാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കർ. 61ാമത്തെ ചോദ്യം നമുക്ക് ഫെമിലറായ ക്വസ്റ്റ്യനാണ്. 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിൽ നടന്ന ഏത് സംഭവത്തെ തുടർന്നാണ് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തിയത്? അപ്പം 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിൽ എന്തോ ഒരു സംഭവം നടന്നു. അതിനെ തുടർന്നിട്ട് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട സമരപരിപാടികളും നിർത്തിവെച്ചു. അത് ഏത് സംഭവമാണ്? ഉത്തരം ചൗരി ചൗരാ സംഭവമാണ്. ചൗരി ചൗരാ സംഭവം നടന്ന വർഷം 1922 ഫെബ്രുവരി 5-നാണ്. ഉത്തർപ്രദേശിലാണ് നടന്നത്. അതിനെ തുടർന്നിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം മറ്റ് സമരപരിപാടികളൊക്കെ നിർത്തിവെച്ചത്. 62ാമത്തെ ചോദ്യം, അരുണാചൽ പ്രദേശിനെ കൂടാതെ 1987 ഫെബ്രുവരി 20-ന് സംസ്ഥാന പദവി ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ്? അരുണാചൽ പ്രദേശിനെ കൂടാതെ 1987 ഫെബ്രുവരി 20-ന് സംസ്ഥാന പദവി ലഭിച്ചത് ഏത് സംസ്ഥാനത്തിനാണ് എന്ന് ചോദിച്ചാൽ മിസോറാമിനാണ്. മിസോറാം. 63ാമത്തെ ചോദ്യം, എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്? എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്? ഉത്തരം 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി. 64ാമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 100 തൊഴിൽ ദിനങ്ങളാണ്
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് 100 തൊഴിൽ ദിനങ്ങളാണ്. 100 തൊഴിൽ ദിനങ്ങൾ. 65-ാമത്തെ ചോദ്യം, 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആരും തമ്മിലാണ് ഷിംല കരാർ ഒപ്പുവെച്ചത്? 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും ആരും തമ്മിലാണ് ഷിംല കരാർ ഒപ്പുവെച്ചത്? ഉത്തരം ചോദിച്ചാൽ സുൽഫിക്കർ അലി ഭൂട്ടോയാണ്. സുൽഫിക്കർ അലി ഭൂട്ടോ. അപ്പോൾ വർഷം അറിയണം. 1972 ജൂലൈ 2 അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഷിംല കരാറിൽ ഒപ്പുവെച്ചത്. അതുപോലെ സുൽഫിക്കർ അലി ഭൂട്ടോയാണ് കൂടെ ഉണ്ടായിരുന്നത്. അവർ തമ്മിലാണ് ഒപ്പുവെച്ചത്. 66-ാമത്തെ ചോദ്യം, സിംലിപാൽ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഒഡീഷയാണ്. ഒഡീഷയിലാണ് സിംലിപാൽ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 67-ാമത്തെ ചോദ്യം, നാംരൂപ് തെർമൽ പദ്ധതികൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? നാംരൂപ് തെർമൽ പദ്ധതികൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ്. ആസാം. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം സംസ്ഥാനത്ത് തിരിച്ചറിയുക. ബീഹാറിനെ വിഭജിച്ച് രൂപമെടുത്ത സംസ്ഥാനമാണ്. ബിർസ മുണ്ടൻ്റെ ജന്മദിനത്തിലാണ് രൂപമെടുത്തത്. ബീഹാറിനെ വിഭജിച്ച് രൂപമെടുത്ത സംസ്ഥാനമാണ്. ബിർസ മുണ്ടയുടെ ജന്മദിനത്തിലാണ് ഈ സംസ്ഥാനം രൂപം കൊണ്ടത്. ഉത്തരം ജാർഖണ്ഡാണ്. ജാർഖണ്ഡ്. 69-ാമത്തെ ചോദ്യം, 1993 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? 1993 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. 70-ാമത്തെ ചോദ്യം, 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? 9-ാം പട്ടികയാണ്. 9-ാം പട്ടികയാണ് 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക. 71. ഏത് റിട്ടിനാണ് ലാറ്റിൻ ഭാഷയിൽ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നത്? നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നത് മാൻഡമസ് ആണ്. മാൻഡമസ് എന്ന് പറയുന്ന റിട്ടിനാണ് ലാറ്റിൻ ഭാഷയിൽ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നത്. 72-ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് വർഷമാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1976-ലാണ്. 1976-ലാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 73-ാമത്തെ ചോദ്യം, ഒന്നാം കേരള നിയമസഭയിലേക്ക് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഒന്നാം കേരള നിയമസഭയിലേക്ക് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ്. ക്രൂഷ്യലായ ക്വസ്റ്റ്യനാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. മഞ്ചേശ്വരം. 74-ാമത്തെ ചോദ്യം, പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ അമ്മയും കുഞ്ഞും എന്ന ശില്പം ഏത് സ്ഥലത്താണുള്ളത്? ക്വസ്റ്റ്യൻ ജസ്റ്റ് ടൈപ്പിംഗ് വിട്ടുപോയതാണ്. പയ്യാമ്പലം ബീച്ചിലാണ്. പയ്യാമ്പലത്താണ് അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത്. 75-ാമത്തെ ചോദ്യം, കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1996-ലാണ്. 1996. 76-ാമത്തെ ചോദ്യം, ഒരു മലയാള ചിത്രത്തിലൂടെ ആദ്യമായി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ്? ശാരദയാണ്. ശാരദ. ഒരു മലയാള ചിത്രത്തിലൂടെ ആദ്യമായിട്ട് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത് ശാരദയാണ്. 77-ാമത്തെ ചോദ്യം, ഇരവികുളം വന്യജീവി സങ്കേതത്തെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1978. ഇരവികുളം വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978-ആണ്. 78-ാമത്തെ ചോദ്യം, ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോന്നയ്ക്കലാണ്. ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. 79-ാമത്തെ ചോദ്യം, കൊച്ചി കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി കായൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 80-ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. കാരാട്ട് ഗോവിന്ദമേനോൻ എന്നത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ നാമമാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമമാണ് കാരാട്ട് ഗോവിന്ദമേനോൻ. കാരാട്ട് ഗോവിന്ദൻ മേനോൻ എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമമാണ്. അപ്പോൾ നമ്മളിവിടെ 80 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്രൂഷ്യലായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞ തൊഴിൽ വാർത്ത, തൊഴിൽ വേദി, എക്സെട്ര അതിൽ നിന്നൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ആനുകാലികമായിട്ട് വന്ന ചോദ്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് ജസ്റ്റ് റിവിഷനായിട്ട് നോക്കുക. നമ്മൾ ലാസ്റ്റ് ടച്ച് എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നമ്മളെ കോഡിൻ്റെ ക്ലാസ്സും കാര്യങ്ങളുണ്ട്, ഒരു പ്ലേലിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടുപോകുക. ഓക്കെ, താങ്ക് യു.